ഫോറസ്റ്റർ നിരന്തരം ഞാൻ വിളിച്ചു, ഒരു ഫോറസ്റ്റ് പോലും വന്നില്ല. വന്നത് ഈ പാവപ്പെട്ട വാസന്മാർ. ഇവരോട് എന്ത് പറയാനാണ്? സംഭവിച്ച കാര്യം അവരോട് വന്നിരിക്കുന്നത്. ഇത് ഇന്നലെ എപ്പോഴാണ് സംഭവം നിങ്ങൾ അറിയുന്നത്? ഇന്നലെ രാവിലെ നേരം വെളുത്തിട്ട് അറിയുന്നത് അല്ലേ? എന്തായിരുന്നു അവസ്ഥ? പകുതി തിന്ന രീതിയിൽ. എത്ര പ്രായമുള്ള പശു? 4 മാസം. 4 മാസം പ്രായമുള്ളത്. പിടിച്ചാൽ നമ്മൾ പിന്നെയും നിശബ്ദതയാണെങ്കിൽ അതിനോട് ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ ചീരാൽ കരിങ്കാളിക്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്താണ്. ചീരാൽ നമ്മൾ 2 എപ്പിസോഡുകൾക്ക് മുന്നേ നമ്മൾ കാണിച്ചിരുന്നു. പുലി ഇപ്പോൾ കഴിഞ്ഞൊരു 2 ആഴ്ചയായിട്ട് ഈ പ്രദേശത്ത് കിടന്ന് വിലസിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചാനലിൽ കൂടെ തന്നെ നമ്മളിപ്പോൾ 4ാമത്തെ സ്ഥലത്തെ വളർത്തു മൃഗത്തെ പിടിച്ച ഒരു എപ്പിസോഡാണ് കാണിക്കാനായിട്ട് പോകുന്നത്. ഇന്നലെയാണ് സംഭവം നടന്നത്. ഇന്നലെ സത്യം പറഞ്ഞാൽ ഇവിടെ എത്താനായിട്ട് സാധിച്ചില്ല. ഇന്നിപ്പോൾ ഒരു ഞായറാഴ്ചയാണ്, ശനിയാഴ്ചയാണ് സംഭവം നടന്നിരിക്കുന്നത്. ഈ പ്രദേശത്തുള്ള ഒരാളുടെ പശുക്കിടാവിനെയാണ് പുലി കൊന്നിരിക്കുന്നത് ഈ പ്രാവശ്യം. ഇപ്പോൾ ഒരു 10 ദിവസത്തിനിടയ്ക്ക് 5ാമത്തെ വളർത്തു മൃഗത്തിനെയാണ് പിടിക്കുന്നത്. ആടും പശുവൊക്കെ ആയിട്ട്. അതിൽ 3 കൊന്ന് ഭക്ഷിച്ചു, 2 പരിക്ക്. ഏതായാലും നമ്മളിപ്പോൾ ആ ഒരു വീട്ടിലേക്കാണ് പോകാൻ പോകുന്നത്. എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചതെന്നുള്ളത് നമുക്ക് ഇനി വഴിയെ അറിയാം കേട്ടോ. ഈ കാണുന്നൊരു വഴിയിൽ നിന്ന് തിരിഞ്ഞ് ഇങ്ങോട്ട് പോകുന്നൊരു പ്രദേശമാണ്. ചീരാൽ ടൗണിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ മാത്രം മാറിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കരിങ്കാളിക്കുന്ന് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം. ഇവരുടെ വീടിൻ്റെ അങ്ങോട്ട് പ്രോപ്പറായിട്ട് ഇച്ചിരി വഴിക്ക് കുറവുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ഏതായാലും അങ്ങോട്ട് ഈ ഒരു കാപ്പിത്തോട്ടത്തിൻ്റെ ഇടയ്ക്കൂടെ നടന്നു പോകാം കേട്ടോ. ഇതാ വീട്. ഈ വീട്ടിലാണ് കേട്ടോ ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഈ ഒരു വീട്ടിലെ പശുക്കിടാവിനെയാണ് പുലി പിടിച്ചത് കേട്ടോ. ചേട്ടാ പേരെങ്ങനെയാ? എൻ്റെ രാജേഷ്. ഇത് ഇന്നലെ എപ്പോഴാണ് സംഭവം നിങ്ങൾ അറിയുന്നത്? ഇന്നലെ രാവിലെ നേരം വെളുത്തിട്ട് അറിയുന്നത് അല്ലേ? എന്തായിരുന്നു അവസ്ഥ? പകുതി തിന്ന രീതിയിൽ. എത്ര പ്രായമുള്ള പശു? 4 മാസം. 4 മാസം പ്രായമുള്ളത്. കിടാവാ അല്ലേ? കിടാവ്. അപ്പോൾ തന്നെ ഫോറസ്റ്റുകാരെ അറിയിച്ചോ? ഓ അല്ലേ. അതിന് മുന്നത്തെ ദിവസം 2 ആടുകളെ ആക്രമിച്ചത് ഇവിടുന്ന് നേരെ അക്കരെ 6 കിലോമീറ്റർ. ആ വയൽ കഴിഞ്ഞ് അക്കരെ സൈഡില്ലേ? അപ്പോൾ എല്ലാം ഇങ്ങനെ വരാൻ എളുപ്പമുണ്ടല്ലോ അല്ലേ? ഇതിന് മുന്നേ ഈ പ്രദേശം ഇങ്ങനെ പുലിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല, അക്കരെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. ആണല്ലേ? ആ വയൽ കാണുന്ന നേരത്തല്ലേ? നമ്മളും കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഈ ഒരു സ്ഥലം തന്നെ കാണിച്ചിരുന്നു കേട്ടോ. ഇപ്പം എന്താണ് അവർ വന്നിട്ട് എന്താ പറഞ്ഞേ? അവർ വന്നിട്ട് പേപ്പറുകളൊക്കെ റെഡിയാക്കി 25,000 രൂപ ഇതാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 25,000? ഇത് പശുവാണോ അതെയോ? മുരിക്കുട്ടാണല്ലേ? എന്താ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ നടക്കുന്നുണ്ടല്ലേ? മൊത്തം ഈ ചീരാൽ പ്രദേശം കിടന്ന് കറങ്ങാല്ലേ? തീരാൽ, നമ്പ്യാർകുന്ന്, എല്ലായിടത്തും, കല്ലൂര് ആണല്ലേ? ഇതിന് മുന്നേ നിങ്ങളെ പശുവിനെ എല്ലാം പിടിച്ചിട്ടില്ല? ഒന്നുമില്ല. ആടിനെ ഒന്നും പിടിച്ചിട്ടില്ലല്ലേ? ഈ ഭാഗത്ത് ഇതിന് മുന്നേ അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നില്ല? ഇല്ല. ഇതിപ്പോൾ നമ്മളവിടെ ആദ്യമായിട്ടാണ്. ആണല്ലേ? അപ്പോൾ ഇതിപ്പോൾ വന്ന് വെട്ടത് ഇതിങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ കറങ്ങി നടന്ന് പിടിച്ചോണ്ടിരിക്കുക അല്ലേ? രാത്രി വന്നിരുന്നു. ഇന്നലെ വന്നോ ഫോറസ്റ്റുകാർ? ഫോറസ്റ്റുകാർ. പുലി വന്നോ? ഇല്ലല്ലേ? ഫോറസ്റ്റുകാർ. ഇവിടെ ക്യാമറ വല്ലതും വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലേ? ക്യാമറ വെച്ചിട്ടില്ല? ഇല്ല. അപ്പോൾ എവിടെയാണ് കൂട് വെച്ച് ക്യാമറ? അവിടെ ഉണ്ടോ ശരിക്കും? എവിടെയാണ് കിടന്നിരുന്നേ സംഭവം? ആ ഷീറ്റ് ടെൻ്റ് അവിടെയാ? അവിടേക്ക് വലിച്ചിടരുത്. ഈ കൂട്ടിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറക്കില്ല?
ഇവിടെ കിടന്നല്ലേ? ആ. അപ്പോൾ രാത്രി ഒച്ചയൊന്നും ഒന്നും കേട്ടില്ല. ഒന്നുമില്ലായിരുന്നല്ലേ? വേറെ ബാക്കി പശുക്കൾക്ക് വല്ലതും പരിക്കോ? ഒന്നുമില്ല. കൂട് നമ്പ്യാർകുന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ടുമില്ല? ഇല്ല, കൂട് നമ്പ്യാർകുന്നും വെച്ചിട്ടുണ്ട്, നൂൽപ്പുഴ അവിടെ വെച്ചിട്ടുണ്ട്. നൂൽപ്പുഴ ഭാഗത്താ? ഇന്നലെ രാത്രി വല്ലതും ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ടായിരുന്നു? ഇല്ല. ഇങ്ങനെ കണ്ടതായിട്ടോ ഒന്നും ഇല്ല, കേട്ടിട്ടില്ല അല്ലേ? ഇത് ഏതാ വാർഡ്? ഏതാ ഇത്? 12ാം വാർഡ്. 12ാം വാർഡ്. മറ്റേ കൃഷ്ണൻകുട്ടിയേട്ടൻ്റെ തന്നെയാ വാർഡാ? ഇപ്പം തന്നെയാ? ദൂരത്തിൽ എന്ത് ചെയ്ത് വരുന്ന സ്ഥിതി ഉണ്ടാക്കി. അതാണ് നിങ്ങൾക്ക് പിടിച്ചാൽ നമ്മൾ പിന്നെയും ഇതിപ്പോ നമ്മൾ ഇതിന് പിടിക്കും എന്നുള്ളടത്തേക്ക് പകല് എത്ര പരിശോധന നടത്തുന്നു അതേപോലെ തന്നെ രാത്രിയാണ്. ഇപ്പോ ഫോറസ്റ്റർ നിരന്തരം ഞാൻ വിളിച്ചു, ഒരു ഫോറസ്റ്റ് പോലും വന്നില്ല. വന്നത് ഈ പാവപ്പെട്ട വാസന്മാർ. ഇതിനോട് എന്ത് പറയാനാണ്? ഇന്ന് സംഭവിച്ച കാര്യം അവരോട് വന്നിരിക്കുന്നത് നിങ്ങൾ കൂട് റീസെറ്റ് ചെയ്യാം. ഈ 2 സാധനങ്ങളൊന്നും നടക്കും. പിന്നെ കോമ്പൻസേഷന്റെ കാര്യങ്ങൾ ഡോക്ടർ വന്ന് പരിശോധിച്ച് റെക്കമെൻഡ് ചെയ്യുന്ന സാധനം കോമ്പൻസേഷനിൽ പോകും. അതാ പിന്നെ മറ്റേ നമ്മൾ അവിടെ വെച്ചു കൊണ്ടുപോകുന്ന ഞാൻ നമ്മൾ ശ്രദ്ധിക്കാം. അത് നമ്മൾ ശ്രദ്ധിക്കാം എന്ന് പറഞ്ഞ പോലെ അല്ല നിങ്ങൾ പിടിച്ചു വെച്ചാൽ ഞാൻ 24 മണിക്കൂർ നമ്മളെ സംബന്ധിച്ചോളം അതിൽ തർക്കമൊന്നുമില്ല. കൂട് വെച്ച് പിടിക്കാനല്ലേ കൂട് വെച്ച് പിടിക്കണം. മോഡൽ അല്ലെങ്കിൽ കുണ്ടിയാനകളെ മറ്റൊന്ന് വെച്ചാൽ നിങ്ങൾ കൂടെ വെച്ചാൽ കിട്ടില്ല എന്ന് മനസ്സിലായി. ഇപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ കൂട്ടിൽ കിടന്ന് പശുക്കിടാവിനെയാണ് പുലി പിടിച്ച് ഭക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത്. കൂട്ടിൽ നിന്ന് വലിച്ചിറക്കി ഈ ഒരു ഭാഗത്തായിട്ടാണ് കിടന്നത്. ഏതായാലും രാവിലെയാണ് ഒരു സംഭവം പറഞ്ഞത്. രാത്രി അവരാരും ഒന്നും അറിഞ്ഞില്ല കേട്ടോ. ഏതായാലും ഇങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇപ്പോൾ നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. പുലി കിടാവിനെ പിടിക്കുന്നു, അതുപോലെ തന്നെ ആടിനെ പിടിക്കുന്നു. അപ്പം വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ചീരാൽ മേഖലയിലുള്ള കർഷകരൊക്കെ ഉള്ളത്. നെന്മനി പഞ്ചായത്തിലെ 12ാം വാർഡിലെ മെമ്പറാണ്. കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മളെ ഈ പ്രദേശത്ത് പുലിയുടെ ശല്യം അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ മാസത്തിൽ തന്നെ വെള്ളച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു പശുക്കുട്ടിയും അതുപോലെ തന്നെ ഈ വാർഡിലെ മുരിക്കലാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ദിവാകരനെയും അതുപോലെ തന്നെ നമ്മുടെ കൃഷ്ണൻ എന്ന ചെട്ടി എന്നയുടെയും 2 ആടുകളെയാണ് പുലി പിടിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ അടുത്ത ദിവസമായിട്ട് കരിങ്കാളിക്കുന്നിൽ രാജേഷ് എന്നവരുടെ ഒരു മൂരിക്കുട്ടിയെ പിടിച്ച് പൂർണ്ണമായിട്ടും ഭക്ഷിച്ചിട്ടാണ് പോയത്. ഈ പ്രദേശത്ത് ഇവിടുത്തെ ക്ഷീര കർഷകർക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇവിടെ വന്നിട്ടുണ്ട്. ബന്ധപ്പെട്ട അധികാരികളെ കൃത്യമായിട്ട് വിവരം അറിയിച്ചിട്ട് അടിസ്ഥാനത്തിൽ ഫോറസ്റ്റുകാരും DFO എല്ലാം സ്ഥലത്ത് വന്ന് പരിശോധന നടത്തി. ഇന്നലെ നല്ലൊരു പരിശോധനയും കാര്യങ്ങളും നടത്തിയിട്ടാണ് പോയിട്ടുള്ളത്. ഈ പുലി പിടിച്ചിട്ടുള്ള മൂരിക്കുട്ടിക്ക് തക്കതായ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് ബന്ധപ്പെട്ട അധികാരികളുടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തുടർ നടപടികൾ അവർ ചെയ്യുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഇത് ഒരേ പുലി തന്നെയാണ്. ഒരേ പുലി തന്നെയാണ്. അവർ അവരുടെ അന്വേഷണത്തിൽ ഇത് ഒരേ പുലിയാണെന്നാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും അവർ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ഇവിടെ പുലിയെ അന്വേഷിച്ചിട്ട് ഒരു ടീം നല്ലൊരു പ്രവർത്തനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഇതിനൊരു തീരുമാനം എടുക്കാത്ത പക്ഷം ഈ നാട്ടിലെ ജനപ്രതികളെല്ലാം രൂക്ഷമായ സമരവുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസുകളുടെ മുന്നിലേക്ക് പോകുമെന്നുള്ളതിന് യാതൊരു തർക്കമില്ല എന്നാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇവർ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 ആടുകളെ പിടിച്ചു എന്ന് പറഞ്ഞ മുരിക്കലാടി പ്രദേശത്ത് ആ കൂടിന്റെ ഭാഗത്ത് 2 ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഇന്നലെ മൂരിക്കുട്ടിയെ പിടിക്കുന്ന സ്ഥലത്ത് ക്യാമറകൾ സ്ഥാപിക്കാമെന്നും അതുപോലെ തന്നെ പുലിയെ പിടിക്കുന്നതിനുള്ള കൂട് ഇവിടെ സ്ഥാപിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്പിയാറിന്ന് ഇതുപോലെ ഒരു പശുക്കുട്ടി ആടിനെ പിടിച്ചിട്ട് അവിടെ കൂട് സ്ഥാപിച്ചെങ്കിൽ കൂടി അതിൻ്റെ ഉള്ളിൽ
ഒരു ഭക്ഷിക്കാനുള്ള മൃഗങ്ങളോ കാര്യങ്ങളോ ഇല്ലാത്തൊരവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. നാട്ടുകാരാണെന്നിട്ട് അവിടെ ഒരു പട്ടിയെ കൊണ്ടുവന്ന് കെട്ടിയിട്ട് എന്നിട്ടും ഒന്നും അവിടെ പുലി വരികയും ചെയ്തിട്ടില്ല. ആ കൂടെടുത്ത് ഇവിടെ സ്ഥാപിക്കാം എന്നുള്ള വാഗ്ദാനം ഇവർ ബന്ധപ്പെട്ട റേഞ്ചർ പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയിട്ടുള്ളത്. ഇപ്പോൾ കൂടെ ഉള്ളത് നമ്പ്യാർകുന്നിൽ മാത്രമാണ്. അതിവിടെ ഒരു കൂട് സ്ഥാപിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സ്ഥലത്ത് ഇങ്ങനത്തെ പ്രശ്നം ഇപ്പോൾ എത്ര കാലമായിട്ടാണ് ഇതിങ്ങനെ? ഇപ്പോൾ പിന്നെ ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷത്തിലും കൂടുതലായത്. ഒരു വർഷത്തിലും കഴിഞ്ഞ 2 വർഷം മുമ്പ് ഇതുപോലെ പുലിശല്യം, കടുവശല്യമായിരുന്നു. അന്ന് കടുവശല്യം 10-14ഓളം മൃഗങ്ങളെയാണ്, വളർത്തു മൃഗങ്ങളെയാണ് നമ്മുടെ ഇവിടുത്തെ ഈ കടുവ പിടിച്ചിരിക്കുന്നത്. അതിൽ പലർക്കും നഷ്ടപരിഹാരം കിട്ടിയിട്ടുണ്ട്, പലർക്കും കിട്ടാതെ ആയിട്ടുണ്ട്. അന്ന് തുടങ്ങിയാണ് ഈ സമരം. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ടില്ലാത്തതുകൊണ്ട് ഇപ്പോൾ വീണ്ടും പുലിയുടെ ശല്യമാണ് ഇവിടെ വന്നത്. കാരണം ഈ പുലി വരുന്നത് ഭാഗം എന്ന് പറയുന്നത് പല വർഷങ്ങളായിട്ട് കാട് വെട്ടാത്ത ഒരുപാട് പ്രൈവറ്റ് സ്ഥലങ്ങൾ ഈ പ്രദേശത്തുണ്ട്. വേടങ്കോട്ട് എസ്റ്റേറ്റ് അടക്കമുള്ള സ്ഥലമുണ്ട് ഇവിടെ. ആ സ്ഥലത്തു നിന്നാണ് കൃത്യമായിട്ട് പുലികൾ വരുന്നതാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. അവർക്കൊക്കെ താങ്ങാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ വാർഡിൽ തന്നെ 2-3 ഏക്കർ സ്ഥലം കാട് വെട്ടാതെ കിടക്കുന്നുണ്ട്. പലപ്പോഴും ഇതിന് ബന്ധപ്പെട്ട അധികാരികൾക്ക് അവിടുത്തെ നാട്ടുകാർ മാസ് പെറ്റീഷനും അതെല്ലാം കൊടുത്തിട്ട് പോലും വേണ്ട രീതിയിൽ അതിനെ സംബന്ധിച്ച് അന്വേഷിച്ചില്ല എന്നുള്ളതാണ് ഒരു പരാതിയുണ്ട് നമ്മളെ സംബന്ധിച്ചത്. അത് കൃത്യമായിട്ട് ആ കാട് വെട്ടി ബന്ധപ്പെട്ട അധികാരികൾ വെച്ച് കാട് വെട്ടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിധി വരെ ഈ പുലിശല്യം, വന്യമൃഗങ്ങളുടെ ശല്യം കുറയാനുള്ള സാധ്യത കൂടുതലാണ്. ഫോറസ്റ്റുകൾ ഇവിടുന്ന് 1 കിലോമീറ്റർ കഷ്ടിച്ചുണ്ടാവും. ചീരാ ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ കഷ്ടിച്ച് നൂൽപ്പുഴ ഫോറസ്റ്റാണ്. പിന്നെ തമിഴ്നാട് തൊട്ടടുത്ത അയ്യങ്കൊല്ലി, അമ്പലമൂല പ്രദേശമാണ് ഉള്ളത്. അവിടെ നിന്നും വരാൻ മൃഗങ്ങൾ, അവിടെ നിന്നൊക്കെ മൃഗങ്ങൾ ഇങ്ങോട്ട് നമ്മുടെ വയനാട് ഈ ചീരാൽ പ്രദേശത്തേക്ക് വരാൻ സാധിക്കും. ആനയായാലും മറ്റുള്ള ആനയുടെ ശല്യം ഇപ്പോൾ ഇവിടെ നമ്മുടെ ചീരാൽ പ്രദേശത്തിൽ എന്നാൽ തൊട്ടടുത്ത ഈസ്റ്റ് ചീരാൽ പ്രദേശത്ത് ഫോറസ്റ്റ് ഏരിയയിൽ കൃത്യമായിട്ട് ആനകൾ വന്ന് അവിടുത്തെ കൃഷി സ്ഥലങ്ങൾ നശിപ്പിക്കുകയും കർഷകർക്ക് ഒരുപാട് നഷ്ടം ഉണ്ടായിട്ടുണ്ട് അവിടെയൊക്കെ. കൂട് വെച്ച് പിടികൂടണമെന്നും ഇല്ലാത്ത പക്ഷം അത് ശക്തമായ സമരമായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇവിടുത്തെ ജനപ്രതിനിധികളും നാട്ടുകാരും തീരുമാനിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മളിന്ന് ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ട ഒരു കാഴ്ച. അതുപോലെ തന്നെ എന്ത് പറയാനാണ്, എല്ലാ ദിവസവും ഇതുപോലെ തന്നെ കർഷകർക്ക് ഓരോരോ നഷ്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു 10 ദിവസമായിട്ട് തുടങ്ങിയതാണ്. നമ്മൾ തന്നെ ഇപ്പോൾ ഒരു 4-ാമത്തെയോ 5-ാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ ദിവസം ചീരാൽ ഭാഗത്ത് ഒരു പശുവിനെ പിടിച്ചു. അതിനുശേഷം ചീരാൽ ഭാഗത്ത് ഒരു ആടിനെ പിടിച്ചു. അതിനുശേഷം നമ്പ്യാർകുന്ന് തന്നെ ഒരു ആടിനെ പിടിച്ചു. വീണ്ടും ചീരാൽ ഭാഗത്ത് പശുക്കിടാവിനെ പിടിച്ചു. 2 ആടുകളെ ആക്രമിച്ചു. അപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ ഒരു പശുക്കിടാവിനെ ഇങ്ങനെ കൊന്ന് ഭക്ഷിച്ച നിലയിലും എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞൊരു 10 ദിവസത്തിനിടയ്ക്ക് 5 വളർത്തുമൃഗങ്ങളെയാണ് ഇപ്പോൾ പുലി ആക്രമിച്ചിരിക്കുന്നത്. 5 വളർത്തുമൃഗങ്ങളിൽ 3 എണ്ണത്തിനെ കൊന്ന് ഭക്ഷിച്ചു. 2 ആടുകൾക്ക് പരിക്കുമുണ്ട്. ഏതായാലും ഇതാണ് ഇപ്പോൾ ഈ ഒരു പ്രദേശത്ത് നമ്മളിന്ന് വന്നപ്പോൾ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഏതായാലും ഈ ഒരു പുലിയെ അടിയന്തരമായിട്ട് ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോകണം തന്നെയാണ് ആളുകളുടെ ആവശ്യം. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇപ്പോൾ ഒരു സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ വഴിക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മിക്ക വീടുകളിലും പശുവും ആടും ഒക്കെ ഉള്ള വീടുകളാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഇങ്ങനത്തെ വാർത്ത വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടി തന്നെയാണ്. കാരണം എല്ലാവരും ഈ ഒരു പശുവിനെ അല്ലെങ്കിൽ ആടിനെ വളർത്തി അതിനെ വിറ്റ് കിട്ടുന്ന അല്ലെങ്കിൽ അതിൻ്റെ പാല് കൊടുത്ത് കിട്ടുന്ന ഉപജീവനമാർഗമായിട്ട് എടുത്തിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് ഇത്തരം വളർത്തുമൃഗങ്ങളൊക്കെ നഷ്ടപ്പെടുമ്പോൾ അവർക്ക് വലിയ നഷ്ടം തന്നെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു കിടാവിന് 25,000 രൂപ നഷ്ടപരിഹാരം കൊടുക്കും എന്ന് പറഞ്ഞാലും അത് 1 വർഷം 4 മാസം പ്രായമാണ്. 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞതൊരു 1,00,000 രൂപയെങ്കിലും കിട്ടേണ്ട ഒരു മൂരിക്കുട്ടനാണ്. അത് വലുതായി അതിനെ വളർത്തി വലുതാക്കി കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇത്തരത്തിൽ വലിയ നഷ്ടങ്ങൾ തന്നെയാണ് ആളുകൾക്ക് സംഭവിക്കുന്നത് കേട്ടോ. എത്രയും പെട്ടെന്ന് ഇങ്ങനെ കൂട് വെച്ച് പിടികൂടണം തന്നെയാണ് ആളുകളുടെ ആവശ്യം. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.